ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ലീവിന് ചെന്ന ശേഷം രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ പുഴയുണ്ട് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയൊക്കെ വരുമ്പോൾ അത് കര കവിഞ്ഞ് ഒഴുകും കേട്ടോ. അതുപോലെ ഈ ഭിത്തിക്കെട്ടിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം വരും. അപ്പോൾ അവിടെ വരെ ഞങ്ങളൊന്ന് പോയി. അത് അന്നക്കുട്ടി അവിടെ നിന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആദ്യമൊന്നും ഇവിടെ ഫസ്റ്റ് ലീവിനൊന്നും വന്നപ്പം ഇവരെ ഇവിടെ കൊണ്ടുവരത്തില്ലായിരുന്നു. കാരണം ഈ കുഞ്ഞു വെച്ച് ഇതിനകത്തിൽ ഇറങ്ങി ചാടുമെന്നുള്ള പേടി കൊണ്ട് അവളെ ഇച്ചിരി കുറുമ്പിയായിരുന്നുകൊണ്ട് അവളെ ഈ ഭാഗമൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ കേട്ടോ. ഇളയ ആൾക്ക് ഇറങ്ങി വരാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ട് അവളെ മൂത്ത ആളെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഒരു തവണയെങ്ങാണ്ട് മൂത്ത ആൾ കണ്ടിട്ടുള്ളൂ ഇവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ അവിടെ പോയതാണ്. സൺഫ്ലവർ സീഡൊക്കെയാണ് കയ്യിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കുറിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ കുറിക്കാനുള്ള സമയത്തിനെക്കാട്ടി കൂടുതൽ കൊതുകിന് അടിക്കാനുള്ള സമയമായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം കൈ രണ്ടും ഫ്രീ ആയിട്ട് വേണമല്ലോ സൺഫ്ലവർ സീഡ് പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി. അതുപോലെ കൊതുകായിരുന്നു അവിടെ. റബ്ബറും കാടും കൂടാണ്. അപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്തൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു ചെറുക്കൻ ഒരാളെ ഞങ്ങൾ ആദ്യം കണ്ടുള്ളൂ പുഴയിലോട്ട് ചാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് അവൻ തന്നെ ഉള്ളായിരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അന്നക്കുട്ടി ഇത് കണ്ടപ്പോൾ അന്നക്കുട്ടിക്ക് ഒരു രസം തോന്നി. ഇത് അങ്ങനെ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ, ഇങ്ങനെ പിള്ളേർ വെള്ളത്തിൽ ചാടി കുളിക്കുന്നതൊക്കെ. അപ്പോൾ അവളത് കണ്ടപ്പോൾ അവൾക്കൊന്ന് അവിടെ വരെ പോകണമെന്നായി. അവിടെ വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന് ചെറിയൊരു ഇടവഴി മാത്രമേ ഉള്ളൂ, അതിലെ കൂടെ നടന്ന് പോകാം. മൂത്ത ആൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു പോയി. അപ്പം അന്നക്കുട്ടിയും കൊണ്ട് ഞങ്ങൾ അവിടെ പോയി കേട്ടോ. അവൾക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അവിടെ ചെന്നപ്പം പറഞ്ഞു കാല് വെള്ളത്തിലോട്ട് ഇരുന്നാൽ മതിയെന്ന്. അപ്പം അങ്ങനെ എന്നാൽ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിനകത്ത് ചാടണമെന്നാണ്. ചാടി ആ പിള്ളേർ നീന്തുന്ന പോലെ നീന്തി പോകണമെന്ന്. അങ്ങനെ ആൾ പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരമായിട്ട് തുടങ്ങിയതാണ് എനിക്ക് നീന്തണം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടെ നിൽക്കുന്ന പയ്യന്മാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ചേട്ടാ ഇറക്കി വിടും ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ. പക്ഷേ ഇച്ചിരി നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആ ഒരു കെട്ടില്ല, ആ കെട്ടിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒഴുകി പോകാനുള്ള അങ്ങ് ദൂരോട്ട് ഇതുണ്ട് കേട്ടോ. അപ്പം ഇച്ചിരി സ്ലോപ്പ് പോലെയാണ്. ഒഴുകി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി കുഞ്ഞു പിള്ളേരില്ല, അറിയത്തില്ല. അതുകൊണ്ട് വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പോകില്ല. പക്ഷേ കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോൾ അങ്ങ് ഒഴുകി പോകും വീണാൽ. അതുകൊണ്ട് പേടിച്ചിട്ട് ഇറക്കാതിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവൾക്ക് ഇറങ്ങിയേ മതിയെന്നായി. പിന്നെ അവർ പിടിച്ച് ഇറക്കി കേട്ടോ. കുറച്ച് നേരം ഇറങ്ങി അവിടെ നിന്ന് നീന്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആൾ നീന്താനൊക്കെ നോക്കുന്നുണ്ട്. നീന്താൻ ആളെ ഒരുപാട് പഠിപ്പിക്കാൻ നോക്കി. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇതുവരെ സ്വിമ്മിങ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നീന്തണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം. എനിക്ക് അവർ നീന്തുന്ന പോലെ എടുത്ത് ചാടി നീന്തിയാൽ പോരാ, വെള്ളത്തിലോട്ട് എടുത്ത് ചാടി നീന്തണമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കളി കണ്ടുകൊണ്ടിരുന്നു. അവളെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കരയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ വിടാൻ പേടിയതുകൊണ്ട് പുള്ളി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതോ ഒഴുകിയെങ്ങാൻ പോയാൽ പിടിക്കണമല്ലോ. അങ്ങനെ പിള്ളേരുടെ കളിയെ കൊണ്ട് കുറേ നേരം കണ്ടു. ആ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നൊരു കാഴ്ച കണ്ടില്ലേ, എന്ത് മനോഹരമാണല്ലേ. നമ്മുടെ നാട്ടിൻപുറത്തെ സന്ധ്യകളും രാവിലത്തുകളും ഒക്കെ ഒത്തിരി മനോഹരമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വന്ന് ഇതൊക്കെ ആസ്വദിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് കേട്ടോ. ദൈവം എന്തെങ്കിലും അതൊക്കെ സാധിച്ചു തരട്ടെ. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.